കണ്ണൂരിൽ LDF UDF അന്തർധാരയെന്ന് NDA സ്ഥാനാർത്ഥി സി രഘുനാഥ്. ഇടത് വലത് സ്ഥാനാർത്ഥികൾക്കെതിരെ ജനം NDAക്ക് വോട്ട് ചെയ്യും. ബലിദാനികളെ സൃഷ്ടിച്ച CPIM-മായി BJP ഡീൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും സി രഘുനാഥ് ചോദിച്ചു. കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥി സി രഘുനാഥ് പ്രചാരണ തിരക്കിനിടയിൽ കണ്ണൂർ നഗരത്തിൽ വെച്ചാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചാരണം വളരെ സജീവമായി പോകുന്നു. ഏറെ പ്രതീക്ഷയുണ്ട്. കണ്ണൂരിൽ ആദ്യമായി NDA വിജയിക്കും. എന്തൊക്കെയാണ് ജനങ്ങളോട് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറയുന്നത്? കഴിഞ്ഞ പതിറ്റാണ്ടുകളായുള്ള കണ്ണൂരിൻ്റെ വികസന മുരടിപ്പ് അത് മാറ്റുന്നതിന് വേണ്ടി സഹായിക്കും. വികസിത കേരളവും ഒപ്പം തന്നെ മാറാത്തത് ഇനി മാറും എന്നുള്ള മുദ്രാവാക്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വലിയ ഡീൽ ആരോപണങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ട് നിൽക്കുന്നത്. അത് രണ്ടുപേരും പരസ്പരം അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടിൻ്റെ ഒരു വശത്തുള്ളത് BJP ആണ് എന്നുള്ളതാണോ അതിൻ്റെ അകത്തൊരു? അതിലേതോ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP ആണ് ഇപ്പോൾ എല്ലാവരുടെയും മുഖ്യ ശത്രുക്കൾ. അത് തന്നെ BJP മുന്നിലെത്തിയിരിക്കുന്നതിൻ്റെ തെളിവാണ്. 100 കണക്കിന് ബലിദാനികൾ ഉണ്ടായ ഒരു മണ്ണാണ് കണ്ണൂരിൽ. ആ 100 കണക്കിന് ബലിദാനികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ കഴുത്തറുത്ത് കൊന്ന, തലയറുത്ത് കൊന്ന, ഒപ്പം തന്നെ കൈകാൽ ഛേദിച്ച 100 കണക്കിന് ബലിദാനികളുണ്ട്. ജീവിച്ചിരിക്കുന്ന 100 കണക്കിന് രക്തസാക്ഷികളും ബലിദാനികളും നമുക്കുണ്ട്. അവരൊക്കെയുള്ള ഒരു മണ്ണിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനുമായി ഡീലെന്ന് പറയുന്നത് അവരവരുടേതായ ചില അന്തർധാരകൾ മറച്ചു വെക്കാനാണ്. നമുക്കറിയാം SDPI പോലെയുള്ള വിഘടിത ശക്തികളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു മുന്നണിയുടെ ആൾക്കാർക്ക് ഒരിക്കലും തന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അന്തർധാര ഇവിടെ സജീവമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ SDPIയുടെ കാല് പിടിച്ച് നടക്കുന്ന ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം അവർ മറന്നുപോയിരിക്കുന്നു. ഇന്ത്യയാണ് അവർ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അവികസിതമായി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മുന്നണി, ഒപ്പം തന്നെ എല്ലാ ജനവിരുദ്ധ മുന്നണികളായി അത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് കണ്ണൂരിൽ ചരിത്രത്തിലാദ്യമായി നമ്മളൊരു മുന്നേറ്റമുണ്ടാക്കും. മാറാത്തത് മാറും, വികസിത കേരളം കണ്ണൂരും മാറും എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് നല്ല വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ കണ്ണൂരിൽ മത്സരിക്കുന്നത്. വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. ഏതായാലും കണ്ണൂർ കോർപ്പറേഷനിൽ 4 സീറ്റ് നേടാനായതുൾപ്പെടെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നത് തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസത്തിൽ പറയുന്നത് BJP സ്ഥാനാർത്ഥി സി രഘുനാഥിൻ്റെ പ്രചരണ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളുമാണ് കണ്ടത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.